നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ അമേരിക്കയിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡ് റിസൾട്ട് വന്നായിരുന്നു. അത് വന്നിട്ട് എൻവിഡിയ കമ്പനിയുടെ ടേൺ ഓവറാണ്. അത് മാർക്കറ്റിനെ ബീറ്റ് ചെയ്തിരിക്കുന്നു. പ്രോഫിറ്റ്സും മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലുള്ള ഒരു വലിയ ഡിസ്കവറി എന്തെന്ന് വെച്ചാൽ $26 ബില്യൺ കാശ് കൊടുത്ത് അവർ ചിപ്പിൻ്റെ ഫൈനാൻസിനെ പർച്ചേസ് ചെയ്തിരിക്കുന്നു. 62% ഓഫ് എൻവിഡിയ ടേൺ ഓവർ വന്നിട്ട് ടോപ്പ് 4 കമ്പനിയിൽ ഇതിനാണ് വരുന്നത്. ഇതാണ് മെയിൻ ഡെവലപ്മെൻറ്റ്. ബേസിക്കലി എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് വരുന്ന പ്രോഫിറ്റിന് അവരുടെ ചിപ്പ് സെയിൽസിനെ അവർ ഫൈനാൻസ് ചെയ്യുന്നു. 4 വലിയ ക്ലയൻ്റാണ് അവരുടെ മെയിൻ കസ്റ്റമേഴ്സ്. ഇത് മാർക്കറ്റിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചാണ് പ്രഷർ ഇട്ടത് മാർക്കറ്റിൽ. പിന്നെ ആക്ച്വലി മാർക്കറ്റിന് ഇതൊരു പോസിറ്റീവ് പോലെ ഇതിന് തൂക്കുന്നത് പോലെ തൂക്കിയോണ്ട് പിന്നെ അതിനെ ഇറക്കിയായിരുന്നു. ഓവറോളം നോക്കിയാൽ എൻവിഡിയയിൽ ഇരുന്ന് വലിയ 2 ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് സോഫ്റ്റ് ബാങ്ക് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് ബാങ്ക് വന്നിട്ട് അവർ എൻറ്റയർ എൻവിഡിയ സ്റ്റോക്കിനെ വിറ്റുകൊണ്ട് ഇനി അവർ ഇൻഡസ്ട്രീസ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് പീറ്റർ തീം വന്നിട്ട് അവർ വന്നിട്ട് പേപാൽ മാഫിയ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അവർ വന്നിട്ട് ടെസ്ലയിലും കുറച്ച് കാശ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹി വാസ് എ ഏർലി ഇൻവെസ്റ്റർ ഇൻ ഫേസ്ബുക്ക്. അയാൾ കംപ്ലീറ്റ് ആയിട്ട് എൻവിഡിയ വിട്ട് എക്സിറ്റ് ആയി. അവർ ഇന്നൊരു എയിൽ ഫാസ്റ്റാഗ് കയറുന്ന കമ്പനിയായ പ്ലാന്റ് എന്ന കമ്പനിയുടെ കോ ഫൗണ്ടറാണ് ഇയാൾ. സോ ഇയാൾ എക്സിറ്റ് ആയതും ഒരു വലിയ ന്യൂസാണ്. എൻ്റെ ഒപ്പീനിയൻ എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ എയുടെ ബബിൾ വന്നിട്ട് എൻവിഡിയ കാരണം ഉണ്ടാകത്തില്ല. എൻവിഡിയ വന്നിട്ട് പിക്കാക്സ്, ബോർവെൽ, ബോറിംഗ് മെഷീൻ ഇതുപോലെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഈ ചിപ്സിനെ വെച്ച് എയുടെ കമ്പ്യൂട്ടറിന് റൺ ചെയ്യുമേ അല്ലാതെ വേറെ ഒരു കാര്യം എൻവിഡിയ ചെയ്യത്തില്ല. എല്ലാത്തിനും കാശ് കൊടുത്ത് സർക്കുലർ ഫൈനാൻസ് ചെയ്യുന്നത്, അതായത് ഇവർ തന്നെ ഇവരുടെ ചിപ്സിന് ഫൈനാൻസ് ചെയ്യുന്നത് ഡേറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്യാനാണ്. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഡേറ്റാ സെൻറ്റർ സെറ്റപ്പ് ആകാതെ ആരെ ക്ലെയിമും ഇല്ല. ഡേറ്റാ സെൻറ്റർ ഡെഫിനറ്റ് ആയിട്ട് സെറ്റപ്പ് ആവും. ആ ഡേറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്തതിൽ എത്രയാണ് റവന്യൂ വരുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ മറ്റേ കമ്പനിയുടെ റിസൾട്ട് വഴി തന്നെ അറിയാൻ പറ്റും. എൻവിഡിയയുടെ റിസൾട്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റില്ല. എൻവിഡിയ കാരണം ബൂം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് തെറ്റാണ്. സോ ഇതാണ് എൻവിഡിയ റിസൾട്ടിൽ നിന്ന് വന്ന എൻ്റെ കണക്ക്. മാർക്കറ്റ് വന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവായി കൊടുത്ത് പോസ്റ്റ് മാർക്കറ്റ് അവേഴ്സ് വന്നിട്ട് എൻവിഡിയ ഒരു 6% അപ്പായിരുന്നു. മേ ബി ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് മുകളിൽ പോകാം. അതായത് ഇതുപോലെ റിസൾട്ട് ബീറ്റിംഗ് എക്സ്പെക്റ്റേഷൻ എന്ന് പോകാം. പക്ഷെ ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ കാരണം മറ്റു കമ്പനികൾ ഡിപ്ലോയ് ചെയ്ത കാരണം എന്താണ് അവർ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നു എന്ന്, സോഫ്റ്റ്വെയർ മൂലം എത്രയാണ് കമ്പനി ലാഭം കണ്ടിരിക്കുന്നു എന്നും നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഗൂഗിൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ജെമിനി 3.0 ലോഞ്ച് ചെയ്തിരിക്കുന്നു. 3.0 എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കുന്നു. പക്ഷേ ഗൂഗിൾ എന്ത് ഇതിന് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ വെളിയിലിരിക്കുന്ന ചിപ്പിൽ, അതായത് എൻവിഡിയ പോലത്തെ ചിപ്പിലൊന്നും ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഞങ്ങളെ ഓൺ ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത ഒരു ചിപ്പ് കൊടുത്ത് നമ്മൾ DSFC മാനുഫാക്ചർ ചെയ്ത ചിപ്പ് വന്നിട്ട് ആ മോഡലിൽ തന്നെ ഇത് പുതിയ ജെമിനി 3 നന്നാ വരുന്നു. ഇത് തന്നെ ഞാൻ പറഞ്ഞത് എൻവിഡിയയ്ക്ക് ത്രെട്ടെന്ന്. ഇതും അല്ലാതെ ആപ്പിൾ അവർക്ക് ഓൺ ചിപ്പ് ഡിസൈൻ ചെയ്യുന്നു. ഇവരും ഇവരെ ഓൺ ചിപ്പിനെ ഡിസൈൻ ചെയ്യുന്നു. ചൈനയും അവർക്ക് ആവശ്യമുള്ളതിന് ഒരു ഓൺ ചിപ്പിനെ ഡിസൈൻ ചെയ്യുന്നു. എൻവിഡിയയ്ക്ക് ഇവിടെ നിന്നൊക്കെയാണ് കോമ്പറ്റീഷൻ വരുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ബട്ട് ഇതിനെ നോക്കുമ്പോൾ ഗൂഗിളിന് എത്രയോ ലാഭം വരുന്നു ഇരുന്ന് എന്ന് നമ്മൾ നോക്കണം. സോ ഡെഫിനറ്റ് ആയിട്ട് സർവൈവ് ആകും, ഗൂഗിൾ സർവൈവ് ആകും. പക്ഷേ മറ്റേ കമ്പനിയൊക്കെ എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് കമ്പനിയൊക്കെ സർവൈവ് ആകും, ഏത് ആകത്തില്ല എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഇതാണ് എൻ്റെ കണക്ക്. ആൾറെഡി ക്രിപ്റ്റോയിൽ ഹെവി പ്രഷർ ഇരിക്കുന്നു. $92,000 അടുത്തിരിക്കുന്നു. നമ്മളെ ബിറ്റ്കോയിൻ ഇന്നും താഴെ ഇറങ്ങുവാണെങ്കിൽ ഇന്നും പ്രഷർ തന്നെ കയറും. ഇതാണ് ഓവറോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. കാറ്റനെറ്റ് ആൻഡ് റൂഫ് എന്ന് പറയും. ഒരു ടിൻ റൂഫ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ അടിക്കുവാണെങ്കിൽ അത് കൊതിക്കും. അതുപോലെ ഹോട്ട് ടിന്നിൻ്റെ മുകളിൽ ഒരു പൂനേനെ വിട്ടെങ്കിൽ അത് ഡാൻസ് കളിക്കുന്നത് പോലെ ഇത് കളിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് മ്യൂസിക് നിർത്തുമെന്ന്. മ്യൂസിക് നിർത്തുന്ന വരയ്ക്കും നമ്മൾ ഡാൻസ് കളിച്ച് തന്നെ ആവണം. സർപ്രൈസിംഗ്ലി നമുക്ക് രൂപ റിയാക്റ്റ് ആയില്ല. ആക്ച്വലി ഈ ട്രേഡ് ഡെഫിസിറ്റിന് ഉടനെ അത് റിയാക്റ്റ് ആയിരിക്കണം. ഇതിലിരുന്ന് എന്താണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ RBI വളരെ ആക്റ്റീവായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയണം.
ഇന്നലെ വൈകുന്നേരം സ്വർണത്തിൻ്റെ വില കയറിയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ അത് ഇറങ്ങിയായിരുന്നു. 11,500 പ്ലസ് ടാക്സസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വിച്ച് ഇസ് കൺസിഡർ നോർമലായിട്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്നു. ഇന്നലെ 100 രൂപ കയറിയായിരുന്നു. ഇന്ന് 100 രൂപ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മുകളിലും താഴെയും പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ ഡിജിറ്റൽ ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ, സെബിയുടെ അടുത്ത് പ്ലീസ് നിങ്ങൾ തന്നെ റെഗുലേറ്റ് ചെയ്യും, നിങ്ങളെ റെഗുലേഷന് സബ്മിറ്റ് ചെയ്യാം, ഞങ്ങളെ കൊണ്ട് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ പെട്ടെന്ന് ഔട്ട് ഓഫ് ബിസിനസ് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് സെബി റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ ഇവരെ തന്നെ പോയി ഗവൺമെൻറ് എടുത്ത് ചോദിച്ചു സെബിനെ റെഗുലേറ്റ് ചെയ്യാൻ പറയും. അതായത് ബിൽ പാസ് ചെയ്യാൻ പറയും. എയിൽ വിട്ട സ്റ്റോക്കിനൊക്കെ കാശായിട്ട് ഇന്ത്യയിൽ ഇടുന്നു എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് ഇന്ത്യയുടെ സ്റ്റോക്കിന് ആൾമോസ്റ്റ് റെക്കോർഡ് ഹൈക്ക് അടുത്ത് കൊണ്ടുപോയി വിട്ടിരിക്കുന്നു. ഇന്നും അത് റെക്കോർഡ് ഹൈ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അടുത്ത് എന്താണ് ന്യൂസ് എന്ന് വെച്ചാൽ, അദാനി മുമ്പേ അഗ്രി ചെയ്തതുപോലെ അദാനി വിൽമാർക്കിൽ 13% സ്റ്റേക്ക് വന്നിട്ട് വിൽമാർട്ടിന് കൊടുത്തിട്ടുണ്ട്. വിൽമാർ വന്നിട്ട് അവരുടെ പൊസിഷനിൽ മാർക്കറ്റിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഏതൊരു സംശയവും ആവശ്യമില്ല. വിൽമാർ വന്നിട്ട് അടുത്ത വലിയ MNC പ്ലെയർ ആയിട്ട്, അതായത് ഫുട്ബോൾ പ്ലെയർ ആയിട്ട് ഇന്ത്യയിൽ വരാൻ നല്ല ഒരു ചാൻസ് ഉണ്ട്. അടുത്തത് അശോക് ലേഖലാൻ വന്നിട്ട് ഖത്തറിൽ ഫ്രാൻകോ എന്ന് പറയുന്ന കമ്പനിയോടൊപ്പം ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇത് മൂലമായിട്ട് മാർക്കറ്റിൽ അവർ പൊസിഷനെ എക്സ്പാൻഡ് ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബജാജിന് എല്ലാ അപ്രൂവലും വന്ന് കാശിനെയും കിട്ടിയായിരുന്നു. KTM ബൈക്കിന് ഹോൾലി എ സബ്സിഡറി ഓഫ് ബജാജ് ആയിട്ട് അവർ കൊണ്ടുവന്നു. കംപ്ലീറ്റ് ആയിട്ട് അക്വയർ ചെയ്തിട്ട് അക്വിസിഷൻ പ്രോസസ് കംപ്ലീറ്റഡ് എന്ന് പറയും. ബോബെ പരേക്ക് എന്ന ആള് ഏർണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ ഇന്ത്യ ഹെഡായിരുന്നു. അഡീഷണൽ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡയറക്ടറായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. അടുത്തത് നമ്മൾ എല്ലി ലില്ലി വന്നിട്ട് ഒരു പുതിയതായിട്ടൊരു ഡ്രഗ് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് അൽസൈമറിനുള്ളതാണ്. അതിനെ ഇന്ത്യയിൽ വിൽക്കാം എന്നാണ് റെഗുലേറ്റർ കൊടുത്തിരിക്കുന്നത്. അടുത്തത് മാരുതി കാർസിൽ ഈ പ്രാവശ്യം സ്റ്റോക്ക് മാർക്കറ്റ് റാലി വളരെ കൂടുതലായിട്ട് ഇരിക്കുന്നു. ഈ വർഷം 47% റാലി ആയിട്ടുണ്ട്. ഇതേപോലെ 2017 വർഷത്തിൽ ഒരു 82% റാലി ആയിട്ടുണ്ട്. ഇത് മാർക്കറ്റ് ഷെയർ റാലി ആയിരുന്നാലും GST കട്ട് കാരണം കുറച്ച് സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നാലും മാർക്കറ്റ് ഷെയർ വന്നിട്ട് മാരുതി ഈസ് ലൂസിങ് ടു മഹീന്ദ്ര ആൻഡ് ടാറ്റാസ് എന്നതിൽ നമുക്ക് സംശയം വേണ്ട. ഡൈച്ച് ബാങ്ക് ഇന്ത്യയിൽ ഇത്ര ദിവസം ബിസിനസ് വ്യാപാരം ട്രൈ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വിട്ട് വെളിയിൽ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്കും കോട്ടക് മഹീന്ദ്ര ബാങ്കും റീറ്റെയിലർ അസറ്റിന് ഒരു കോമ്പറ്റീഷൻ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോട്ടക് ബാങ്കും 60% ഓഫ് IDBI വാങ്ങാനും ശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ വലിയ ഒരു ഗ്രോത്ത് ഇല്ലാതെ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വലിയ റിട്ടേൺ ഒന്നും കൊടുത്തില്ല ഈ കോട്ടക് ബാങ്ക്. ഇത് പോയി 2-3 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇത് കാരണം ഇപ്പോൾ IDBI ബാങ്ക് വാങ്ങാമോ എന്ന് നോക്കുന്നു, വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നു. ബ്ലൂംബർഗ് എന്ത് പറയണമെന്ന് വെച്ചാൽ മുത്തൂട്ട് ഫാമിലി ബ്ലൂ ആൻഡ് യെല്ലോ മുത്തൂട്ട് ഈക്വൽ ആയിട്ട് ചെയ്തിരിക്കുന്നു, സേഫ് ആൻഡ് ഈക്വൽ ആയിട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരും വന്നിട്ട് നല്ലൊരു ഹോൾഡ് ഓൺ ബിസിനസ്സിനെ മാസ്റ്റർ ചെയ്തിരിക്കുന്നു. കളിയിൽ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ എമൗണ്ട് ഓഫ് ഗോൾഡ് ആണ് ലോണ്. പ്രൈസ് കയറുന്ന സമയം, വാല്യൂ കയറുന്ന സമയം ലോൺ കയറിക്കൊണ്ടിരിക്കുന്നു. മുത്തൂട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ, അങ്ങനെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരിരിക്കുന്ന സ്ഥലത്തിലാണ് വന്ന് കട വച്ചിരിക്കുന്നു. ആ സ്റ്റേജിയേഴ്സും ഞങ്ങൾ കടയിനെ വച്ചില്ല. ആവറേജ് ഗോൾഡ് ലോൺ സെയിൽസ് $17-25 തന്നെ എന്ന് പറഞ്ഞായിരുന്നു. മുത്തൂട്ട് ഫാമിലി വന്നിട്ട് $13 മില്യൺ വാല്യുവേഷൻ ആയിരിക്കുന്നു. മുത്തൂട്ടിൽ തന്നെ ഇനി ബ്ലൂ മുത്തൂട്ട് ആൻഡ് യെല്ലോ മുത്തൂട്ട് വരും. അത് രണ്ടുപേരും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസാണ്. പെട്ടെന്ന് പബ്ലിക് ഇഷ്യൂ വരാനും ചാൻസസ് ഉണ്ട്. അസ്റ്റാ നോക്കുമ്പോൾ UBS ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ IDFC ഫസ്റ്റിൻ്റെ വാല്യുവേഷൻ വളരെ കൂടുതലിരിക്കുന്നു, കുറച്ച് റേറ്റ് കൺസേൺസിനൊക്കെ ഇരിക്കുന്നു, പെട്ടെന്ന് നെഗറ്റീവായി പോകുമെന്നും പറയുന്നു. നമ്മൾ നോക്കിയ മറ്റിൽ നമ്മളിപ്പോൾ ലാഭത്തിലാണ് ഇരിക്കുന്നു. അതിനെ വെപ്രാളപ്പെട്ട് എക്സിറ്റ് ചെയ്യണമെന്ന ആവശ്യമൊന്നുമില്ല. ഇതാണ് ഇന്നുള്ള മുഖ്യ വാർത്തകൾ. അറ്റാസിസ്റ്റിൽ ഏത് സ്റ്റോക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നോ അതിനെ നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യാം.